हरि ओं श्री गुरुभ्यो नमः। हरि श्री गणपते नमः। अविघ्नमस्तु श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ओं श्री महात्रिपुरसुन्दर्यै नमः। मङ्गलाचरणं। सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 82ാമത്തെ ശ്ലോകം. കവി കരീന്ദ്രാണാം ശുണ്ഠാൻ കനകകദളീ കാണ്ഡപടലീം ഉഭാഭ്യാമുരുഭ്യാമുഭയമവിനിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യു പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിദിഗ്നേ ജാനുഭ്യാം വിഭുധകരികുംഭദ്വയമസി. കരീന്ദ്രാണാം ശുണ്ഠാൻ കനകകദളീ കാണ്ഡപടലീം ഉഭാഭ്യാം ഉരുഭ്യാം ഉഭയം അപി നിർജിത്യ ഭവതി സുവൃത്താഭ്യാം പത്യുഃ പ്രണതി കഠിനാഭ്യാം ഗിരിസുതേ വിദിഗ്നേ ജാനുഭ്യാം വിഭുധ കരികുംഭദ്വയം അസി. ഹേ വിദിഗ്നേ ഗിരിസുതേ, അല്ലയോ ഭർത്തൃശുശ്രൂഷാദി വേദവിധികളുടെ ജ്ഞാനത്തോടു കൂടിയ പാർവതി. അമ്മ ഭർത്തൃശുശ്രൂഷ ചെയ്യുന്ന നിപുണയാണ് എന്ന് പറയുന്നു. ഭവതി അങ്ങ്, ഭവതി അമ്മ നിന്തിരുവടി, ഉപാഭ്യാം ഊരുഭ്യാം രണ്ട് തുടകളാൽ, കരീന്ദ്രാണാം ഗജശ്രേഷ്ഠന്മാരുടെ ശുണ്ഠാൻ തുമ്പിക്കൈകൾ, കനകകദളീ കാണ്ഡപടലി പൊൻകദളി വാഴത്തണ്ടുകളുടെ കൂട്ടം, ഇതി ഉഭയം എന്നിങ്ങനെ രണ്ട് വസ്തുക്കളെയും ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്. അതായത് ആനയുടെ തുമ്പിക്കൈ ഒന്ന് കദളി കാണ്ഡം, കദളി വാഴയുടെ കാണ്ഡം. പത്യു ഭർത്താവായ പരമശിവന്റെ പ്രണതി കഠിനാഭ്യാം പ്രതിദിനമുള്ള നമസ്കാരങ്ങളാൽ കഠിനങ്ങളായും, സുവൃത്താഭ്യാം നല്ല വൃത്താകാരത്തിലിരിക്കുന്നവയുമായ ജാനുഭ്യാം രണ്ട് കാൽമുട്ടുകളാൽ, വിഭുധകരികുംഭദ്വയം അഭി ദേവഗജമായ ഐരാവതത്തിൻ്റെ രണ്ട് മസ്തക കുംഭങ്ങളെയും, ദേവേന്ദ്രൻ്റെ ആനയാണ് ഐരാവതം, അപ്പോൾ അതിൻ്റെ രണ്ട് മസ്തക കുംഭങ്ങളെയും നിർജിത്യ ജയിച്ചിട്ട് അസി വിളങ്ങുന്നു. അമ്മയുടെ കാൽമുട്ടുകളെയാണ് ഇവിടെ പറയുന്നത്. അല്ലയോ ഭർത്തൃശുശ്രൂഷാദി വിധികളെ അറിയുന്ന പാർവതീദേവി, നിന്തിരുവടി രണ്ട് തുടകളെ കൊണ്ട് ഗജേന്ദ്രന്മാരുടെ തുമ്പിക്കൈകളെയും പൊൻകദളിത്തണ്ടിൻ കൂട്ടത്തെയും പ്രതിദിനം ഭർത്താവായ പരമശിവനെ നമസ്കരിക്കുക നിമിത്തം കഠിനങ്ങളായും നല്ല വൃത്താകാരമായും ഇരിക്കുന്ന രണ്ട് കാൽമുട്ടുകൾ. നമ്മൾ മുട്ടുകുത്തി, സ്ത്രീകൾ മുട്ടുകുത്തിയിട്ടാണല്ലോ നമസ്കരിക്കുക. പഞ്ചാംഗം മാത്രമേ ഭൂമിയിൽ തൊടാൻ പാടുള്ളൂ എന്നുണ്ട്. പുരുഷന്മാരാണ് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നത്, സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരമാണ് ചെയ്യുന്നത്. അതുപോലെ അമ്മ മുട്ടുകുത്തി ഭഗവാനായ ഭർത്താവിനെ നമസ്കരിക്കുക കാരണം അമ്മയുടെ കാൽമുട്ടുകൾ കഠിനമായും നല്ല വൃത്താകാരമായും ഇരിക്കുന്ന രണ്ട് കാൽമുട്ടുകളാൽ ഐരാവത ഗജത്തിൻ്റെ രണ്ട് മസ്തക കുംഭങ്ങളെയും നല്ലപോലെ ജയിച്ചു വിളങ്ങുന്നു. ആ കാൽമുട്ടുകൾ ഐരാവതം എന്ന ഗജത്തിൻ്റെ ആ മസ്തകങ്ങളുണ്ടല്ലോ, ആ മസ്തകങ്ങളെക്കാളും നല്ലതാണ് എന്നാണ് പറയുന്നത്. നല്ലപോലെ അതിനെ ജയിച്ചിരിക്കുന്നു അമ്മയുടെ കാൽമുട്ടുകൾ എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.